ഈ വാർത്തയിൽ ഒരു പുതുമയില്ല. കാരണം ഈ ചാരവനിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മലയാള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നതാണ് ഈ വിഷയം. മലയാള പത്രങ്ങളിലൊക്കെ അവർ ഈ സ്ത്രീ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ ഉണ്ടായിരുന്നു എന്നും അവർ എന്നോട് സംസാരിച്ചു എന്നും ഒക്കെ വാർത്ത വന്നിരുന്നു. നിങ്ങളെല്ലാവരും, നിങ്ങളെപ്പോലെ നിരവധി ആളുകൾ എല്ലാ മലയാള മാധ്യമങ്ങളും എൻ്റെ ബൈറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്ര എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആ യാത്രയിൽ ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിരുന്നു. ആ യാത്രക്കിടയിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ധാരാളം പേർ എൻ്റെ ബൈറ്റെടുത്തിരുന്നു. മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ബൈറ്റെടുത്തിരുന്നു. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവർ ഈ ചാരവനിതയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. അവരുണ്ടാക്കിയ ധാരണയുടെ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് പകരം ഒരു പഴയ വാർത്ത എടുത്ത് രണ്ടാമതും വീണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ട് പണം കൊടുത്ത് ഈ ചാരവനിതയെ കേരള ടൂറിസത്തിൻ്റെ കവറേജിന് വേണ്ടി വിളിച്ചു വരുത്തിയതിൻ്റെ വിഷയത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ വിളിച്ചു വരുത്തിയിട്ടല്ലല്ലോ വന്നത് ഈ ചാരവനിത. കേന്ദ്ര സർക്കാർ ഇൻവൈറ്റ് ചെയ്ത ബ്ലോഗേഴ്സിന്റെ കൂട്ടത്തിൽ ആണ് ഇവർ വന്നത്. അല്ല, കേന്ദ്ര സർക്കാർ ആണെങ്കിൽ ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാൻ സംസാരിച്ചു എന്നുള്ള പോയിന്റാണ് ഞാൻ പറയേണ്ടത്. അതായത് ഞാൻ വിളിച്ചു വരുത്തി, ഞാൻ പണം കൊടുത്തു കൊണ്ടുപോയ ആളല്ല. കേരള സർക്കാർ പണം കൊടുത്ത് ഒരു ചാരവനിതയെ കേരള ടൂറിസത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മുരളീധരനുമായിട്ടും കൂടി യാത്ര ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നോടൊപ്പം യാത്രയല്ല, ആ ട്രെയിനിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെവിടുന്നോ വന്നു, നിങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും യാത്ര ചെയ്തു. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടാവും. അല്ല, ഒരിക്കലും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ, നിങ്ങൾക്കും എനിക്കും അറിയില്ല. അതായത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൻ്റെ വെറുതെ പറയില്ലല്ലോ അദ്ദേഹം. കേരള ഗവൺമെൻറ് എന്തൊക്കെ നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തത്, അത് കേരള ഗവൺമെൻറ്റാണ് പറയേണ്ടത്. കേന്ദ്ര സർക്കാരിനെ അല്ല, എനിക്കറിയില്ല ആയിരുന്നു. താങ്കൾ കൂടി അംഗമായിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഞാൻ പറയട്ടെ, അല്ല ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിവരമുണ്ടോ? അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ല, ആ വിവരം പുറത്തു വരട്ടെ. അതായത് സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുത്ത് വരുത്തി, കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുത്താണോ വരുത്തിയത്, ആ വിവരം വരട്ടെ. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ പോരെ. ഇപ്പം എനിക്ക് വിവരമില്ല. അല്ലേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനായിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്തതല്ലേ, എൻ്റെ കൂടെ അല്ലല്ലോ യാത്ര ചെയ്ത്. എൻ്റെ കൂടെ നിരവധി മാധ്യമ പ്രവർത്തകർ ആ യാത്രയിൽ ഉടനീളം ബൈറ്റെടുത്തിരുന്നു. അതിലൊരു സ്ത്രീ വന്ന് ബൈറ്റെടുക്കുമ്പോൾ ഈ വന്ന സ്ത്രീ ആരാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അതെ, ഇതാണ് പറഞ്ഞത്. അതായത് ഒരു അത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പൊതുപ്രവർത്തകനാകുമ്പോൾ നിരവധി ആളുകൾ വരും. അല്ലല്ല, ആളുകൾ വരുന്നതല്ല, ആളുകൾ അങ്ങനെയല്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരള ഗവൺമെൻറ് പണം കൊടുത്ത് ഒരാളെ എൻഗേജ് ചെയ്യുമ്പോൾ ആ ആളെക്കുറിച്ച് ഇവരെ എന്ത് നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് അത് ചെയ്തത്, അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിച്ചിരുന്നുവോ ഇല്ലയോ, ആ വിവരങ്ങൾ അവർ പുറത്തു പറഞ്ഞാൽ മതി. കേരള ഗവൺമെൻറ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്തിന്? കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ പറയുന്നില്ല? വന്ദേ ഭാരതിന്റെ അങ്ങനത്തെ ഒരു വിവരമില്ല. വന്ദേ ഭാരതിന്റെ ആകെ വന്നിട്ടുള്ള ഇല്ല കേന്ദ്ര വന്ദേ ഭാരതിൽ നിങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ പേരാണ് ഇവരുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായല്ലോ. അല്ല, അതുകൊണ്ട് അല്ല, ഈ വാർത്ത ഒരു പ്രതിരോധത്വമാവുന്നില്ലല്ലോ. ഈ വാർത്ത കഴിഞ്ഞ മെയ് മാസത്തിൽ വന്ന വാർത്തയാണ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പ്രതിരോധത്തിലാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കേരള സർക്കാരിന് അബദ്ധം പറ്റി. ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ ചോദ്യം ചാരവനിതയാണോ അല്ലയോ എന്നുള്ളതല്ല. എന്റെ ചോദ്യം കേരള സർക്കാർ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്തത്, അത് പറയട്ടെ. അല്ല, ഞാൻ ആ വിഷയത്തിൽ ഞാൻ പറയുന്നത് ഇവർ ചാരവനിതയാണെന്ന് ഇപ്പോൾ വ്യക്തമായി. ഇവർ അന്ന് സെലക്ട് ചെയ്തത് എന്ത് നടപടിക്രമം പാലിച്ചുകൊണ്ടാണ്? ആളുകൾക്ക് പണം കൊടുക്കുമ്പോൾ പണം കൊടുത്ത് സെലക്ട് ചെയ്യുന്ന ആളുകളെ
എന്ത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഫുൾ പ്രൂഫ് ആണെങ്കിൽ ആർക്കും ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഭയക്കാൻ എന്തോ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ ഒഴിഞ്ഞു മാറുന്നത്. അതുമാത്രമല്ല ഇതുപോലത്തെ വാർത്തകൾ കൊണ്ടുവരുന്നത്. അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഈ വാർത്ത വരുന്നത്. അവർ പ്രതിരോധത്തിലായതുകൊണ്ടാണ് ഈ വാർത്ത വരുന്നത്. ഈ വാർത്ത നേരത്തെ തന്നെ കേരളത്തിലെ മലയാള പത്രങ്ങൾ മുഴുവൻ മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. ഇതിലൊരു പുതുമയില്ല.